ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കഴിഞ്ഞ മാസം ഞാനൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നു പ്ലമ്മിന്ന്. ഈ ഒരു പ്ലമ്മിൻ്റെ സൺസ്ക്രീനും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസറുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഏകദേശം 1 മന്തോളം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്, ഇത് രണ്ടിൻ്റെയും ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വന്നിട്ടുള്ളത്. അപ്പം ഞാൻ മനഃപൂർവ്വമാണ് രണ്ട് സെയിം വാങ്ങിച്ചത്. ഇനിയിപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് യൂസ് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമോ എനിക്കറിയില്ല. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും രണ്ട് സെയിം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ഇങ്ങനെ തുറന്ന് ഇതിനകത്ത് കുറേ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടാവും. ഇപ്പം ഞാനെങ്ങനെ ആവുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, ഞാനിതൊന്ന് ഇവിടെ വെക്കട്ടെ. സോ ഇത് ഭയങ്കര വാട്ടറി ആട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണ തോണ്ടും ഈ കാണുന്നുണ്ടോ? എന്നിട്ട് ഞാനിത് ഇങ്ങനെ ചെയ്യാം. ഇതിനകത്ത് തന്നെ തോന്നും. കാരണം ഇത് നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ആരും എൻ്റെ പ്രൊഡക്ട്സ് ഒന്നും എനിക്ക് ആരും യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരും തോടിപ്പിക്കാറില്ല. ലിപ്സ്റ്റിക്സൊക്കെ ഞാൻ ഷെയർ ചെയ്യും. ഈ കൺസീലറും പിന്നെ ഇങ്ങനത്തെ കുറേ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ ആർക്കും കൊടുക്കാറൊന്നുമില്ല. പിന്നെ ആരും എൻ്റെ അടുത്ത് ചോദിക്കാറൊന്നുമില്ല. അത് വേറെ കാര്യം. സോ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുടി കെട്ടാത്ത ഇത് നല്ല ലൈറ്റാണ് സ്കിന്നിൽ. നന്നായിട്ട് കഴുത്തിലും കൂടി ഇടണം കേട്ടോ. ഞാൻ ചെയ്തില്ല എന്ന് വിചാരിച്ച് നിങ്ങളും ചെയ്യാതിരിക്കരുത്. കഴുത്തിലും കൂടി ഇട്ട് ഇങ്ങനെ ചെയ്യണം. ആ ഒരു ദിസ് കണ്ടില്ലേ? ആ സ്കിന്നിങ്ങനെ ഇപ്പം ചിരിക്കാൻ തുടങ്ങിയത്. ഇപ്പം നേരത്തെ എൻ്റെ സ്കിൻ ചത്ത പോലെയായിരുന്നു. സ്കിൻ ചിരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഹാപ്പി. പേഴ്സണലി എനിക്ക് ഈ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പണ്ടൊന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ ഞാൻ ന്യൂട്രിജനൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തത്. ന്യൂട്രിജന എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരു പടി മുകളിലാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ റിവ്യൂസൊക്കെ കേട്ടിട്ട് വാങ്ങിച്ചൊരു സൺസ്ക്രീനാണ്. റിവ്യൂസൊക്കെ അതേപോലെ തന്നെ എനിക്കും കുറച്ചൊക്കെ വർക്ക് ചെയ്തു. പിന്നെ കുറേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ളത് റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് 2%. ഓക്കെ, ഇത് റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. നയസിനമൈഡ് 2% ഉണ്ട്. ഓക്കെ, നയസിനമൈഡിനെ കുറിച്ച് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് ബ്രൈറ്റൻ ആക്കും. അതാണല്ലോ മെയിനായിട്ട് നയസിനമൈഡ് ചെയ്യുന്നത്. പിന്നെ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നാച്ചുറൽ ഒരു ഗ്ലോ കൊണ്ടുവരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് സാധാരണ ഒന്നും ഞാൻ 2 ഫിംഗർ റൂൾസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കാണിക്കാൻ എളുപ്പം 2 ഫിംഗർ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ഫിംഗർ തന്നെ കാണിക്കാം. ഇനി സൺസ്ക്രീൻ ഇടുന്ന രീതി തെറ്റാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരും വരണ്ട. 2 ഫിംഗർ ഇതിങ്ങനെ തന്നെയല്ലേ? ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ, പിന്നെ ഞാനിങ്ങനെ ചെയ്യും. ഇത് ഭയങ്കര ലൈറ്റാണ് നമ്മൾ സ്കിന്നിൽ. ഇത് നന്നായിട്ട് അബ്സോർബും ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ എനിക്കെന്താ ഇത് അങ്ങനെ വലിയ രീതിക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഏതാണ്ട് മുടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലത് നമ്മളെ ബോഡിയിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആയി. പിന്നെ ഇത് നമ്മളെ കയ്യിലെല്ലാം ഒരേപോലെ ഇടണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ സൺസ്ക്രീൻ അല്ല കയ്യിലിടാറ്. ഞാൻ വേറെ സൺസ്ക്രീൻ ഉണ്ട് എനിക്ക്, VLCCൻ്റെ. അതാണ് ഞാൻ കയ്യിലിടാൻ യൂസ് ചെയ്യാറ്, കയ്യിലും കഴുത്തിലും ഒക്കെ. പിന്നെ കൈ അങ്ങനെ വെയിൽ കൊള്ളാറില്ല, കാരണം എപ്പോഴും ക്ലാസ്സിലല്ലേ. ലഞ്ച് ബ്രേക്കിനും പിന്നെ അതേപോലെ തന്നെ തിരിച്ച് ക്ലാസ് പോകുമ്പോഴൊക്കെ മാത്രമേ നമ്മളങ്ങനെ വെയിൽ കൊള്ളാറുള്ളൂ. സോ സൺസ്ക്രീന് എല്ലാ ദിവസവും ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ്. സ്കിൻ പ്രെപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് മോയ്സ്ചറൈസർ. അതായത് നമ്മളെ സ്കിന്നിനെ ഒന്ന് നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആകുമ്പോഴാണ് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെയെന്ന് പറയുന്നത് സൺസ്ക്രീൻ.
UV ലൈറ്റ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ, ഇല്ലെങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ടാനൊക്കെ നമ്മളെ മുഖത്ത് വരാൻ തുടങ്ങും. പിന്നെ ഒത്തിരി പ്രശ്നങ്ങളായിരിക്കും, അവിടെയും ചിലപ്പോൾ ഔട്ട് ബ്രേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് വെറുതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വരെ സൺസ്ക്രീൻ ഇടണമെന്ന്. ഞാൻ ഇടാറില്ല, കാരണം വെറുതെ എന്തിനാ നമ്മൾ പ്രൊഡക്ട്സ് വേസ്റ്റ് ആവുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഇടാറില്ല. ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. ഇപ്പോൾ ഈവൻ വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് സൺസ്ക്രീൻ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ റേഡിയേഷൻ ഉണ്ടല്ലോ, അതും ഹാംഫുൾ ആണല്ലോ, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ തിരുത്തിക്കോ. സോ നിങ്ങൾക്ക് എൻ്റെ ഈ മുഖം കണ്ടിട്ട് ഈ രണ്ട് പ്രൊഡക്ട്സും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നൈക്കയിൽ, പേർപ്പിളിൽ ഒക്കെ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇനിയും പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഇസ് അലീന വർഗീസ് സൈനിങ് ഓഫ്.